ത്രിലു എന്താ ഇവിടെ? അവനെ പെട്ടെന്ന് അവിടെ കണ്ടതും അവളൊരു നിമിഷം ഞെട്ടിപ്പോയി. എങ്കിലും അവൾ പതർച്ചയോടെ അവനോടായി ചോദിച്ചു, എന്തേ? എന്നിവിടെ ഒട്ടും പ്രതീക്ഷയില്ലേ? ഇല്ല. അവൻ നെറ്റിച്ച് വിളിച്ചുകൊണ്ട് ചോദിച്ചതും അവളില്ലെന്ന രീതിയിൽ തലയാട്ടി. അതെനിക്ക് മനസ്സിലായി. എന്ത്? അല്ല, ഞാൻ ഇവിടെ ഉണ്ടായിരുന്ന കാര്യം തനിക്ക് മനസ്സിലായിട്ടില്ലെന്ന്. ഓ, അതായിരുന്നോ? അവൻ സാധാരണ പോലെ പറഞ്ഞതും അവളൊന്ന് ആശ്വസിച്ചു. അല്ല, പിന്നെ താനെന്താ വിചാരിച്ചത്? അവനൊരു കുസൃതി ചിരിയോടെ ചോദിച്ചതും അവളൊന്ന് പതറി. ഞാനൊന്നും വിചാരിച്ചില്ല. അവൾ പതർച്ചയോടെ പറഞ്ഞിട്ട് ടാപ്പ് തുറന്ന് ഒരല്പം വെള്ളമെടുത്ത് മുഖത്തേക്ക് ഒഴിച്ചു. അല്ല, ഇനി എന്താ നമ്മുടെ പ്ലാൻ? വിഷയം മാറ്റുന്നതുപോലെ മുഖം കഴുകിയ ശേഷം കരിയുന്ന കർച്ചീഫ് കൊണ്ട് മുഖമൊന്ന് അമർത്തി തുടച്ചുകൊണ്ട് അവൾ അവനോടായി ചോദിച്ചു. ശ്യാം പറഞ്ഞ പോലെ മിഥുനെ കാണും. അതുവരെ കുസൃതി ഒളിഞ്ഞിരുന്ന അവൻ്റെ മുഖം ഗൗരവപൂർണമായി. എന്നാൽ പിന്നെ നമുക്ക് നാളെ പോകാം. നാളെയോ? നാളെ തനിക്ക് ഡ്യൂട്ടിയില്ലേ? അവൾ പറഞ്ഞു കേട്ട് അവൻ സംശയത്തോടെ ചോദിച്ചു. അതുണ്ട്, പക്ഷെ നാളെ ഞാൻ ലീവാ. ലീവോ? അതെന്തിനാ ലീവ് എടുക്കുന്നത്? നമുക്ക് ഹോളിഡേയ്സിൽ പോയാൽ മതിയാകുമല്ലോ. അവൻ പറഞ്ഞു കേട്ട് അവൾ തല ഇരുവശത്തേക്ക് മാട്ടിക്കൊണ്ട് അവനെ നോക്കി പുഞ്ചിരിച്ചു. ഇനി അങ്ങനെ നമുക്ക് ടൈം വേസ്റ്റ് ചെയ്യാനില്ല ത്രിലു. കാരണം ഇനി ബാക്കിയുള്ള 96 ദിവസങ്ങൾ 7 ദിവസങ്ങൾ വീണ്ടും അവസാനിച്ചു. നമ്മുടെ മുന്നിൽ ഇനിയും വെറും 89 ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. അതിനിടയിൽ നമുക്ക് മിഥുവിനെ കണ്ടെത്താൻ സാധിക്കണം. ഇല്ലെങ്കിൽ ബാക്കി പറയാതെ അവൾ അർത്ഥോക്തിയിൽ നിർത്തിയതും അവനൊന്നും മിണ്ടാതെ ഒരു നിമിഷം അവളെ തന്നെ നോക്കി നിന്നു. ശേഷം അവളെ നോക്കി നിന്ന് പുഞ്ചിരിച്ചുകൊണ്ട് അവിടുന്ന് അപ്രത്യക്ഷനായി. അവൻ പോയതും അവളൊരു ദീർഘശ്വാസം എടുത്തുകൊണ്ട് വാഷ് ബേസിന് മുന്നിലെ മിററിലേക്ക് കണ്ണുകൾ പായിച്ചു. ചോര പൊടിഞ്ഞു നിൽക്കുന്ന ചുണ്ടുകൾ കണ്ടതും അവൾ അതിലേക്കൊന്ന് വിരലൊഴിച്ചു. കാലൻ കടിച്ചു മുറിച്ചു. അത് പറയുമ്പോൾ ഏതോ ഓർമ്മയിലെന്ന പോലെ അവളെ ചുണ്ടിലൊരു പുഞ്ചിരി നിറഞ്ഞു നിന്നു. അല്പസമയം കൂടെ അവിടുന്ന് ഒന്ന് റിലാക്സ് ആയ ശേഷം അവൾ വാഷ്റൂമിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി. ഈശ്വര, ഇനി അയാളുടെ മുന്നിൽ പെടാതെ ഒളിച്ചു നടക്കണല്ലോ. പുറത്തേക്ക് ഇറങ്ങിയതും തപസിന്റെ ക്യാബിലേക്ക് പോകുന്ന വഴിയിലേക്ക് ഒന്ന് കണ്ണുകൾ പായിച്ചുകൊണ്ട് അവൾ മനസ്സിൽ പറഞ്ഞു. ശേഷം വേഗം ഓടി തൻ്റെ ക്യാബിലേക്ക് കയറി. പെട്ടെന്ന് ആമി ഓടി വരുന്ന കണ്ടതും നവീനും ദേവു ഒന്ന് പകച്ചുപോയി. എന്താ? എന്തു പറ്റി ആമി? സാർ നിന്നെ എന്തെങ്കിലും ചെയ്തോ? ദേവുവിൻ്റെ ചോദ്യം കേട്ടതും ആമി ഒന്ന് ഞെട്ടി. ഈശ്വര, ഇവർ വല്ലതും കണ്ടോ? വല്ലതും അറിഞ്ഞിട്ടാണോ ഇവൾ ചോദിക്കുന്നത്? അവളെ ചോദ്യം കേട്ടതും ആമി പകപ്പോടെ ഓർത്തു. പറയാമി, അയാൾ നിന്നെ എന്തെങ്കിലും ചെയ്തോ? എന്ത് ചെയ്തെന്ന് നീ എന്താ ഇങ്ങനെ പറയുന്നേ? ദേവ് വീണ്ടും ചോദിച്ചതും അവൾ പതർച്ചയോടെ ചോദിച്ചു. അല്ല, സാർ നിന്നെ വഴക്ക് പറയുകയോ തല്ലുകയോ മറ്റോ ചെയ്തെന്നാ ഞാൻ ചോദിച്ചത്. നിന്റെ മുഖഭാവം കണ്ടിട്ട് എനിക്കങ്ങനെ തോന്നി. ദേവ് പറഞ്ഞു കേട്ട് ആമി നെഞ്ചിൽ കൈ വെച്ചുകൊണ്ടൊന്ന് ആശ്വസിച്ചു. ഓ ഭാഗ്യം. അപ്പോൾ ഇവരൊന്നും അറിഞ്ഞിട്ടില്ല, വെറുതെ പേടിച്ചു. അവൾ മനസ്സിൽ പറഞ്ഞിട്ട് അവരെ നോക്കി നിന്ന് ചിരിച്ചു കാണിച്ചു. സാർ എന്നെയൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല ദേവു. ഇനി ഇത് ആവർത്തിക്കരുതെന്ന് മാത്രം പറഞ്ഞു. പിന്നെ ഉണ്ടല്ലോടി, അവളുമാർക്ക് നല്ല ജിമിട്ടം പണിയാണ് സാറ് കൊടുത്തത്. അവൾ അതീവ സന്തോഷത്തോടെ പറഞ്ഞതും ദേവും നവീനും അവളെ നോക്കി നീറ്റിച്ചു വിളിച്ചു. ജിമ്മൂട്ടം പണിയോ? അതെന്ത് പണിയാടി? അവൾ പറഞ്ഞത് മനസ്സിലാകാതെ നവീൻ അവളെ നോക്കിക്കൊണ്ട് ചോദിച്ചു. ഓ എൻ്റെ നവി, അവളുമാർക്ക് രണ്ടിനും കൂടി ലാസ്റ്റ് ഇയറിലെ മുഴുവൻ അക്കൗണ്ട്സും ഇന്ന് വൈകുന്നേരത്തിനകം ക്ലിയർ ചെയ്ത് കാണിക്കണമെന്ന പണിഷ്മെൻ്റാണ് സാറ് കൊടുത്തിരിക്കുന്നത്. അവൾ സന്തോഷത്തോടെ പറഞ്ഞതും നവിയുടെയും ദേവുവിൻ്റെയും കണ്ണുകൾ വിടർന്നു. സത്യമാണാമി, സാർ അവർക്ക് പണിഷ്മെൻറ്റ് കൊടുത്തോ? ദേവു അതേ സന്തോഷത്തോടെ തന്നെ അവളോട് ചോദിച്ചു. പിന്നെയില്ലാതെ. ആദ്യം ടെർമിനേഷൻ ലെറ്റർ എഴുതി കൊടുക്കാനാ പറഞ്ഞത്. പിന്നെ ആ സുപ്രിയക്കാരന് കാല് പിടിച്ചപ്പോൾ സാർ നയിഞ്ഞു. എന്നിട്ട് എന്നോട് അഭിപ്രായം ചോദിച്ചു. അതിന് നിന്നോട് നിന്നാ സാർ അഭിപ്രായം ചോദിക്കുന്നത്? അവൾ പറഞ്ഞു കേട്ട് ദേവ് സംശയത്തോടെ ചോദിച്ചു. ഓ എടി മണ്ടി, ഇവളല്ലേ പരാതിക്കാരി? അപ്പോൾ ഇവളോടല്ലേ അഭിപ്രായം ചോദിക്കേണ്ടത്? ഇവൾക്ക് പരാതിയില്ലെങ്കിൽ പിന്നെ സാറിന് അവരെ പിരിച്ചുവിടേണ്ട ആവശ്യമില്ലല്ലോ. അതിനു വേണ്ടിയാണ് സാർ ഇവളുടെ അഭിപ്രായം ചോദിച്ചത്. മനസ്സിലായോ? ഓ അങ്ങനെ. അവൻ അവളെ തലയിൽ നിന്ന് കൊട്ടിക്കൊണ്ട് പറഞ്ഞതും അവൾ മനസ്സിലായിരുന്ന മട്ടിൽ തലയാട്ടി കാണിച്ചു. പെട്ടെന്നാണ് അവൾ മറ്റെന്തോ ആലോചിച്ചുകൊണ്ട് മുഖം ചൊളിച്ചത്. എടി ആമി, അപ്പം നിനക്ക് പരാതി ഉണ്ടെന്നങ്ങ് പറഞ്ഞുകൂടായിരുന്നോ? എങ്കിൽ പിന്നെ സാർ ആ നാശങ്ങളെ ഇപ്പം തന്നെ ഇവിടെ നിന്നും പിരിച്ചുവിടുമായിരുന്നല്ലോ. നവീൻ പറഞ്ഞു കേട്ട് ദേവു ആമിയോടായി ചോദിച്ചു. അതിനൊന്നും ആവശ്യമില്ല ദേവു. ഞാൻ കാരണം ആടെയും കഞ്ഞികൂടി ഒന്നും മുട്ടുന്നത് എനിക്കിഷ്ടമല്ല. പറഞ്ഞു കേട്ടിട്ടുള്ള ആ സുപ്രിയ ഒരു ഒരു പാവപ്പെട്ട വീട്ടിലേക്കൂട്ടി ഇവിടെ വന്ന് ആ ശ്രീധുവുമായിട്ട് കൂട്ടുകൂടിയ ശേഷമാണ് അവൾ കുറച്ച് അഹങ്കാരിയായി മാറിയത്. ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഓരോ പണി കിട്ടുമ്പോൾ അതൊക്കെ ഇങ്ങ് ശരിയായിക്കോളും. അല്ലട നവി? ആ അതെ അതെ. ആമി ചോദിച്ചതും നവീൻ അതെന്ന രീതിയിൽ തലയാട്ടി. എന്തായാലും ഇപ്പോൾ നല്ല ഏമൺ പണിയാണ് അവർക്ക് കിട്ടിയിരിക്കുന്നത്. 4 ദിവസം കൊണ്ട് തീർക്കേണ്ട ജോലിയല്ലേ ഇന്നൊരൊറ്റ ദിവസം കൊണ്ട് അവർ ചെയ്ത് തീർക്കേണ്ടത്. ഇന്ന് പാതിരാത്രിയെങ്കിലും അവർക്ക് വീട്ടിൽ പോകാൻ പറ്റിയാൽ മതി. അതും പറഞ്ഞിട്ട് നവീൻ ചിരിച്ചതും മറ്റു രണ്ടുപേരും ആ ചിരിയിൽ പങ്കുചേർന്നു.
മതി മതി സംസാരിച്ചുകൊണ്ടിരുന്നത്. ജോലി ചെയ്ത് ഇങ്ങനെ നിൽക്കുന്നത് സാറെങ്ങാനും കണ്ടാൽ പിന്നെ നമുക്കും കിട്ടും നല്ല എമണ്ടം പണി. അതുകൊണ്ട് ആദ്യം നമ്മുടെ ജോലി നടക്കട്ടെ, അത് കഴിഞ്ഞ് മതി ഇനി സംസാരം. അതും പറഞ്ഞിട്ട് നവീൻ തൻ്റെ സീറ്റിലേക്ക് ഇരുന്നതും ആമയും ദൈവം കൂടി അവിടെ സീറ്റിലേക്ക് പോയിരുന്നുകൊണ്ട് തങ്ങളെ ജോലി ആരംഭിച്ചു. തൻ്റെ ക്യാബിൽ നിന്ന് ലാപ്ടോപ്പിൽ തെളിഞ്ഞു കാണുന്ന ആമയുടെ ഓരോ ഭാവങ്ങളും വീക്ഷിക്കുകയായിരുന്നു തപസ്. ആ നിമിഷം അവൻ്റെ മനസ്സിലേക്ക് താൻ അവളെ ചുംബിച്ചപ്പോൾ ആദ്യം പകച്ചു നിന്നവൾ പതിയെ തൻ്റെ ചുംബനം സ്വീകരിക്കുന്നതും തനിക്ക് വിധേയം മാറുന്നതുമൊക്കെ കടന്നു വന്നു. അതിൻ്റെ ഫലമായി അവൻ്റെ ചുണ്ടിലൊരു പുഞ്ചിരി വിടർന്നു. മിയ. അവൻ്റെ ഹൃദയത്തിൽ നിന്നും അവൾ നാമം പുറത്തേക്ക് വന്നതും അവന് ചിരിച്ചുകൊണ്ട് ലാപ്ടോപ്പിലൂടെ കാണുന്ന അവളുടെ മുഖത്ത് കൂടി വിരലുകൾ ഓടിച്ചു. പതിയവൻ ഹെഡ് ഡ്രസ്സിലേക്ക് ചാരിയിരുന്നുകൊണ്ട് കണ്ണുകൾ മുറക്കി അടച്ചു. അപ്പോഴും അവൻ്റെ ചുണ്ടിൽ മനോഹരമായൊരു പുഞ്ചിരി വിടർന്നു നിന്നിരുന്നു. ഹോ ഗോഡ്, ഇതാണോ അപ്പോൾ മിഥുനയുടെ വീട്? മുന്നിൽ കാണുന്ന വലിയ ബംഗ്ലാവിലേക്ക് നോക്കിക്കൊണ്ട് ആമി തൻ്റെ തൊട്ടരികിൽ നിൽക്കുന്ന ത്രിലോകനോടായി ചോദിച്ചു. യെസ്. അവൻ മറുപടി പറഞ്ഞതും അവൾ വിടർന്ന കണ്ണുകളോടെ ആ വീട്ടിലേക്ക് തന്നെ നോക്കിക്കൊണ്ട് നിന്നു. ഈ മിഥുൻ ചേട്ടന് എത്ര പ്രായമുണ്ടാകും? മുന്നിലേക്ക് തൻ്റെ കണ്ണുകൾ പായിച്ചുകൊണ്ട് അവൾ ത്രിലോകനോടായി ചോദിച്ചതും അവൻ അവളെ നോക്കിയെന്ന് നെറ്റിച്ചു വിളിച്ചു. എന്താ ഇപ്പോൾ അവൻ്റെ പ്രായമൊക്കെ അന്വേഷിക്കാൻ? അല്ല, കെട്ടിയില്ലെങ്കിൽ ഒന്ന് നോക്കായിരുന്നു. അവൻ ചോദിച്ചു കേട്ട് അവളൊരു വളിച്ച ചിരിയോടെ പറഞ്ഞതും അവൻ അവളെ നിന്ന് കൂർപ്പിച്ച് നോക്കി. ഇന്നലെ ഒരു ഫ്രഞ്ച് കിസ് അങ്ങോട്ട് കഴിഞ്ഞതല്ലേയുള്ളൂ, അതിനിടയിൽ അവനെങ്ങ് തേച്ചോ? മാറിൽ കൈയും കെട്ടി തല ചെരിച്ചു വെച്ചുകൊണ്ട് ഒരു പ്രത്യേക ഭാവത്തിൽ അവൻ ചോദിച്ചതും അവളുടെ കണ്ണുകൾ മിഴിഞ്ഞു വന്നു. ഫ്രയല്ല, ഫ്രഞ്ച് കിസ്. അവൻ ഒന്നുകൂടി പറഞ്ഞതും അവളുടെ മുഖം വിളറി വെളുത്തു. ഇന്നലെ ത്രില് കണ്ടിരുന്നു അല്ലേ? കാണാതിരിക്കാൻ ഞാൻ കണ്ണുപൊടണമൊന്നും അല്ലല്ലോ. അവൻ പറഞ്ഞു കേട്ട് അവൾ അവനെ നോക്കി നിളിച്ച് കാണിച്ചു കൊടുത്തു. അത് പിന്നെ ഒരു ദുർബല നിമിഷത്തിൽ പറ്റിപ്പോയതാ. അവൾ ദയനീയമായി പറഞ്ഞതും അവൻ നാക്കി ചിരിച്ചു. ത്രിലോ, എന്നെ വെറുതെ കളിയാക്കലുണ്ടല്ലോ. ഞാനിപ്പോൾ തിരിച്ചു പോകും. പിന്നെ പെണ്ണുമ്പിള്ളെ കണ്ടുപിടിക്കാൻ വേറെ ആളെ അന്വേഷിച്ചോണം, പറഞ്ഞേക്കാം. അവൾ പറഞ്ഞതും അവൻ അവളെ നിന്ന് കൂർപ്പിച്ച് നോക്കി. ഭീഷണിയാണോ? അങ്ങനെയാണെങ്കിൽ അങ്ങനെ. അവനെ നോക്കി പുച്ഛിച്ചുകൊണ്ട് അവൾ പറഞ്ഞതും അവൻ അവളെ തലക്കിട്ടൊന്ന് കൊട്ടി. അവളൊരു ഭീഷണി, ഇങ്ങോട്ട് വാടി. തല ഒഴിഞ്ഞുകൊണ്ട് നിൽക്കുന്ന അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് അവൻ ഗേറ്റ് തുറന്ന അകത്തേക്ക് കയറി. ഓ, ഈ ത്രിലിൻ്റെ ഒരു കാര്യം. അവനെ നോക്കി പെറുപെറുത്തോണ്ട് അവൾ അവൻ്റെ പിന്നാലെ നടന്നു. രാവിലെ തന്നെ ഓഫീസിലേക്ക് ലീവ് ലെറ്ററും മെയിൽ ചെയ്ത് മിഥുനെ അന്വേഷിച്ച് അവൻ്റെ വീട്ടിലേക്ക് വന്നതാണ് ആമി. പ്രത്യക്ഷത്തിൽ ആമി മാത്രമേ ഉള്ളൂവെങ്കിലും അവളെ കൂടെ തന്നെ ത്രിലോകമുണ്ടായിരുന്നു. ഇവിടെ കോളിംഗ് ബെല്ലൊക്കെ എവിടെയാണാവോ? വിശാലമായി മുറ്റത്തുകൂടി മുന്നോട്ട് നടക്കുന്നിടയിൽ അവൾ ആ നീളമുള്ള സീറ്റുകളിലേക്ക് നോക്കിക്കൊണ്ട് പെറുപീർത്തു. കോളിംഗ് ബെല്ലൊക്കെ അവിടെയുണ്ട്, നീ അങ്ങോട്ട് ചെല്ല്. വരാന്തയുടെ അറ്റത്തായി കാണുന്ന സ്വിച്ച് ബോർഡിലേക്ക് കയച്ചു കൊണ്ടിക്കൊണ്ട് അവൻ പറഞ്ഞു. അവൾ ചുറ്റിനും ഒന്ന് കണ്ണോടിച്ചുകൊണ്ട് അങ്ങോട്ട് നടന്നു. കോളിംഗ് ബെൽ വിരലമർത്തിയ ശേഷം അവൾ വാതിലിന് മുന്നിലായി വന്നു നിന്നതും ത്രിലോകം അവളുടെ അരികിലേക്ക് വന്നു നിന്നു. ശരിക്കും മിഥുൻ ഇവിടെ കാണോ? ഇനി വന്നത് വെറുതെ ആയി പോവോ? ഓ, നീ ആ കരുനാക്കെടുത്ത് വളയ്ക്കാതെ, ആമയുടെ ചോദ്യം കേട്ട് ത്രിലോക് പതിയെ പറഞ്ഞു. അപ്പോഴേക്കും ആരോ ഡോർ തുറക്കുന്ന ശബ്ദം കേട്ടു. വാതിൽ തുറന്ന് പുറത്തേക്ക് ഇറങ്ങി വന്ന 50 വയസ്സിന് മേൽ പ്രായമുള്ള സ്ത്രീയെ കണ്ടതും ആമി എന്ന് പുഞ്ചിരിച്ചു. മിഥുവിൻ്റെ അമ്മയാണ് ആമി. ത്രിലോക് പറഞ്ഞതും അവൾ അവനെ നോക്കി പതിയെന്ന് കണ്ണ് ചിമ്മി കാണിച്ചു. ആരാ? അത് ഞാൻ. എനിക്ക് മിഥുൻ സാറിനെ ഒന്ന് കാണണമായിരുന്നു. അവർ ചോദിച്ചതും അവൾ പെട്ടെന്ന് വായിൽ വന്ന ഒരു മറുപടി പറഞ്ഞു. അയ്യോ, മിഥുൻ ഇവിടെ ഇല്ലല്ലോ, അവൻ ജോലിസ്ഥലത്താണ്. ജോലിസ്ഥലമോ? അതെവിടെയാ? പെട്ടെന്നുള്ള ആവേശത്തിൽ ആമി കയറി ചോദിച്ചതും അവർ നെറ്റിച്ച് ഒളിച്ചുകൊണ്ട് അവളെ നോക്കി. ഇവളത് കുളവാക്കും. ത്രിലോക് അറിയാതെ തലയിൽ കൈവച്ച് നിന്നുപോയി. ആമി അവന് ദയനീയമായി നിന്ന് നോക്കിയ ശേഷം അവർ നോക്കിയെന്ന് പുഞ്ചിരിച്ചു. അത് കുറച്ച് നാളുകൾക്ക് മുന്നേ എൻ്റെ വണ്ടി മിഥുൻ സാറിൻ്റെ വണ്ടിയുമായി കൂട്ടിയിടിച്ച് ചെറിയൊരു ആക്സിഡൻ്റ് ഉണ്ടായി. അന്ന് എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയതൊക്കെ മിഥുൻ സാറായിരുന്നു. ആ സമയത്ത് ഹോസ്പിറ്റലിൽ കൊടുക്കാനായി എൻ്റെ ID കാർഡ് സാർ വാങ്ങിയിരുന്നു. അത് തിരിച്ചു വാങ്ങാനാണ് ഞാൻ വന്നത്. സാർ ഇങ്ങനെ പെട്ടെന്ന് ജോലി സ്ഥലത്തേക്ക് പോകുമെന്ന് ഞാൻ കരുതിയില്ല. അവൾ നിരാശയോടെ പറഞ്ഞു കേട്ട് ത്രിലോക് അവളെ അത്ഭുതത്തോടെ നോക്കി നിന്നു. എത്ര പെട്ടെന്നാണ് ഇവളൊരു നുണക്കഥ ഉണ്ടാക്കിയെടുത്തത്, അവൻ മനസ്സിൽ ചിന്തിച്ചു. ഓ, അതായിരുന്നോ കാര്യം. ഒരു 2 ദിവസം മുന്നേ മോള് വന്നിരുന്നെങ്കിൽ അവനെ കാണാൻ കഴിയുമായിരുന്നു. ഇന്നലെ വെളുപ്പിനെയാണ് അവൻ ഇവിടുന്ന് തിരികെ പോയത്. അവർ പറഞ്ഞു കേട്ട് അവളുടെ മുഖത്ത് നിരാശ നിറഞ്ഞു. എന്നാൽ പിന്നെ ഞാൻ ഇറങ്ങട്ടെ ആൻറ്റി. അയ്യോ, വീട്ടിൽ വന്ന് കയറി വന്നിട്ട് ഞാൻ കുടിക്കാൻ പോലും ഒന്നും തന്നില്ലല്ലോ. കയറിയിരിക്കെ, ഞാൻ കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം. അയ്യോ, ഒന്നും വേണ്ട ആൻറ്റി, ഞാൻ എൻ്റെ ID കാർഡ് വാങ്ങാൻ വേണ്ടി വന്നതാ. ഇനി തിരിച്ചു പോകുന്ന വഴിക്ക് ഓഫീസിലും കയറണം. ഓ, അത്രയ്ക്ക് അത്യാവശ്യമാണെങ്കിൽ പിന്നെ മോൾക്ക് ഞാൻ അവനെ നമ്പർ തരാം. വിളിച്ചു നോക്കിയിട്ട് ഇന്ന് നാട്ടിലേക്ക് വരുമെന്ന് ചോദിച്ചാൽ മതി. അവർ പറഞ്ഞതും അവളുടെ കണ്ണുകളൊന്ന് വിടർന്നു. എന്നാൽ അങ്ങനെ മതി ആൻറ്റി. അല്ല, അപ്പോൾ ഈ മിഥുൻ സാർ എവിടെയാണ് ജോലി ചെയ്യുന്നത്? വയനാട്. മിഥുൻ്റെ അമ്മയുടെ നാവിൽ നിന്നും ആ സ്ഥലപ്പേര് വേണ്ടതും ആമയുടെ തൊട്ടരികിലായി നിന്ന് ത്രിലോകിൻ്റെ കണ്ണുകളൊന്ന് പിടഞ്ഞു. നെഞ്ചിലുള്ള ശക്തിക്ക് വന്ന് എന്തോ പതിച്ചതുപോലെ അവൻ കണ്ണുകൾ മുറക്കി അടിച്ച ഒരു നിമിഷം നിന്നു. വയനാട്.
അവനും ആ പേര് തന്നെ പതിയെ ഉരുവിട്ടുകൊണ്ടിരുന്നു. മുന്നിലിരുന്ന ലാപ്ടോപ്പിൽ കാണുന്ന CCTV വിഷ്വൽ കണ്ണുകൾ നട്ടിരിക്കുകയായിരുന്നു തപസ്. അവൻ്റെ കണ്ണുകൾ ആമിയുടെ ക്യാബിൽ തന്നെ നോക്കിയിരുന്നു. ചെ ഇവളിതുവരെ വന്നില്ലല്ലോ, ഇവളെന്താ ഇത്ര ലേറ്റ് ആകുന്നത്? ഇറങ്ങിയപ്പോഴും ഒന്നും കാണാൻ പറ്റിയില്ല. അവൻ ആത്മകഥം പറഞ്ഞിട്ട് വീണ്ടും അതിലേക്ക് തന്നെ കണ്ണുകൾ നട്ടിരുന്നു. ഇനി ഇവൾ ഇന്ന് വരില്ലേ? അവനെ നെറ്റിച്ചിളിഞ്ഞു. അവൻ വേഗം ഇന്നത്തെ മെയിൽസ് ചെക്ക് ചെയ്യാൻ തുടങ്ങി. അതിൽ ലാസ്റ്റ് ഓപ്പൺ ചെയ്യാതെ കിടന്ന മെയിൽ തുറന്നു നോക്കിയതും അത് ആമിയുടെ ലീവ് ലെറ്റർ ആണെന്ന് മനസ്സിലായി. ചെക്ക് ലീവ് എടുത്തിട്ട് അവൾ നിന്ന് എവിടെ പോയിരിക്കുകയാണ്? ഇനി എന്തെങ്കിലും വയ്യാക? ഇന്നലെ വരെ ഒരു കുഴപ്പമില്ലായിരുന്നല്ലോ. ഇനി എന്നെ ഫേസ് ചെയ്യാൻ മടി കൊണ്ടായിരിക്കോ? ഇന്നലത്തെ ആ സംഭവത്തിന് ശേഷം അവൾ ഇന്ന് കണ്ണിന് നേരെ കണ്ടിട്ടില്ല. അവൻ ഓരോന്നും ആലോചിച്ചുകൊണ്ടിരുന്നു. ഏതോ ഓർമ്മയിൽ അവൻ്റെ ചുണ്ടിലൊരു പുഞ്ചിരി വിടർന്നു. ശോ, ഇതിപ്പോൾ ആകെ അവതാളത്തിലായാലോ ത്രിലു. ഇനിയും ഇതിനന്വേഷിച്ച് നമ്മൾ വയനാട്ടിൽ പോകണ്ടേ? തിരികെ ഫ്ലാറ്റിലേക്ക് വന്ന് കയറിയ ആമി സോഫയിലേക്ക് ചാഞ്ഞിരുന്നുകൊണ്ട് തൻ്റെ അരികിലായി വന്നിരുന്ന ത്രിലോകിനോടായി ചോദിച്ചു. അതെന്തിനാ? നിന്റെ കയ്യിൽ അവൻ്റെ നമ്പറില്ലേ? അവനെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയാൽ മതിയല്ലോ. പിന്നെ ഫോൺ ചെയ്ത് ഒന്നിങ്ങോട്ട് വരുമോ ചേട്ടന് ചോദിക്കാൻ? ഞാൻ ഞങ്ങളുടെ അമ്മാവൻ്റെ മോളാണല്ലോ. ഈ ത്രിലുവിൻ്റെ ഒരു കാര്യം. അവൾ അവനെ കളിയാക്കിയതും അവൻ അവളെ നിന്ന് കൂർപ്പിച്ച് നോക്കി. എൻ്റെ ത്രിലോകനാഥേ, ഇപ്പം ഞാൻ ഫോൺ വിളിച്ചു എന്ന് വെച്ചു. വിളിച്ചിട്ട് എന്താ ഞാൻ ആ ചേട്ടനോട് പറയേണ്ടത്? എനിക്കൊന്ന് കാണണം, ഒന്ന് സംസാരിക്കണം എന്നൊക്കെ പറഞ്ഞ് വിളിച്ചാൽ തന്നെ അയാൾ വരുമെന്ന് ഉറപ്പുണ്ടോ? ആ ചേട്ടനെ സംബന്ധിച്ച് ഞാനൊരു അന്യ വ്യക്തിയാണ്. ഞാൻ വിളിക്കുമ്പോൾ ഇങ്ങോട്ട് വരേണ്ട ആവശ്യം അയാൾക്കില്ല. അതുകൊണ്ട് തന്നെ ആ കാര്യത്തിൽ നമുക്ക് യാതൊരു ഉറപ്പും പറയാൻ പറ്റില്ല. ഇനി മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് വേണമെങ്കിൽ ഫോൺ വിളിച്ചിട്ട് നമ്മുടെ യഥാർത്ഥ ഉദ്ദേശം ആ ചേട്ടനോട് പറയാം. അവിടെയും പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഫോണിൽ കൂടെ തന്നെ നമുക്ക് എല്ലാ കാര്യങ്ങളും അദ്ദേഹത്തോട് പറയാൻ കഴിയില്ല. ഇനി പറഞ്ഞ് തന്നെ അദ്ദേഹം അതൊക്കെ എത്രത്തോളം വിശ്വസിക്കുമെന്നും അറിയില്ല. സോ നേരിട്ട് പറയുന്ന പോലെ അത്രത്തോളം യൂസ്ഫുൾ ആകില്ല ഫോണിൽ കൂടി പറയുമ്പോൾ. അവൾ പറഞ്ഞു കേട്ട് ത്രിലോക് ദീർഘശ്വാസം എടുത്തു വിട്ടു. നീ അത്രയും ദൂരം യാത്ര ചെയ്ത് പോകണ്ടെന്നോർത്താണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. അവൻ പറഞ്ഞു കേട്ട് അവളൊന്ന് നിശ്വസിച്ചു. എന്തായാലും നമ്മൾ ഇറങ്ങി പുറപ്പെട്ടില്ലേ? ഇനി വരുന്നിടത്ത് വെച്ച് കാണാം. ആദ്യം ഞാൻ ശ്യാമേണ്ണെ കൂടെ ഒന്ന് വിളിക്കട്ടെ. പുള്ളിക്കാരനോട് കൂടി ചോദിച്ചിട്ട് നമുക്ക് വയനാട്ടിലേക്കുള്ള പോകോ തീരുമാനിക്കാം. അങ്ങനെ പോരെ? ത്രിലോകിനോടായി അവൾ ചോദിച്ചതും അവനെന്ന് മോളി. അപ്പോഴേക്കും അവളൊരു നെടുവീർപ്പോടെ ഫോൺ കയ്യിലേക്കെടുത്ത് അതിൽ ശ്യാമിൻ്റെ നമ്പർ ഡയൽ ചെയ്തുകൊണ്ട് ബാൽക്കണിയിലേക്ക് ഇറങ്ങി.